ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഭരണഘടനാ ഭേദഗതികൾ അമെൻമെൻറ്റ്സ് പഠിച്ചിരുന്നു. അതിൽ 2 ഭരണഘടനാ ഭേദഗതി, പ്രധാനപ്പെട്ട 42ാം ഭേദഗതിയും 44ാം ഭേദഗതിയും നമ്മൾ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 52ാം ഭേദഗതിയാണ്. 52ാം ഭേദഗതി പാസ്സാക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്ത വർഷം 1985. 52ാം ഭേദഗതി പാസ്സാക്കുമ്പോഴും നിലവിൽ വരുമ്പോഴുമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയാണ്. നമുക്ക് 42ഉം 44ഉം ആരൊക്കെയായിരുന്നു? 42ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദുമായിരുന്നു. 44ാം ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയും പ്രസിഡന്റ് നീലം സഞ്ജീവ് റെഡ്ഡിയുമായിരുന്നു. അത് കണക്ക് 52ാം ഭേദഗതി പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 42ഉം 44ഉം കഴിഞ്ഞാൽ പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് 52ാം ഭേദഗതി. 52ാം ഭേദഗതി പാസ്സാകുമ്പോഴും നിലവിൽ വരുമ്പോഴുമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയും പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗുമാണ്. 52ാം ഭേദഗതി പ്രതിപാദിക്കുന്ന വിഷയം കൂറുമാറ്റ നിരോധന നിയമം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് തടയുവാൻ കൊണ്ടുവന്ന ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം. നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അവഗണിച്ച് സഭയിൽ ഹാജരാകാതിരിക്കുകയോ പാർട്ടി നിർദ്ദേശങ്ങൾക്കെതിരായി വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പാർട്ടി അംഗത്വം സ്വമേധയാ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരംഗം കൂറുമാറിയതായി പ്രഖ്യാപിക്കുന്നത്. എപ്പോഴൊക്കെയാണ് ഒരംഗം കൂറുമാറിയതായി പ്രഖ്യാപിക്കുന്നത്? നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അവഗണിച്ച് സഭയിൽ ഹാജരാകാതിരിക്കുകയോ പാർട്ടി നിർദ്ദേശങ്ങൾക്കെതിരായി വോട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പാർട്ടി അംഗത്വം സ്വമേധയാ ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരംഗം കൂറുമാറിയതായി പ്രഖ്യാപിക്കുന്നത്. അംഗത്തിന് സഭാംഗത്വം നഷ്ടപ്പെടും. കൂടാതെ അദ്ദേഹത്തിൻ്റെ മന്ത്രിപദം പോലുള്ള പദവികൾ വഹിക്കുവാനുള്ള യോഗ്യതയും ഇല്ലാതാവും. കൂറുമാറ്റ നിരോധന നിയമം പ്രകാരം അംഗത്തിന് സഭാംഗത്വം നഷ്ടപ്പെടും. കൂടാതെ അദ്ദേഹത്തിൻ്റെ മന്ത്രിപദം പോലെയുള്ള പദവികൾ വഹിക്കുവാനുള്ള യോഗ്യതയും ഇല്ലാതാവും. 52ാം ഭേദഗതി പ്രകാരം പ്രധാനമായി മാറ്റം സംഭവിച്ച അനുച്ഛേദങ്ങൾ അനുച്ഛേദം 102 എന്താണ് പറയുന്നത്? പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യത. അനുച്ഛേദം 191 അതിലെന്താണ്? നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യത. 52ാം ഭേദഗതി പ്രകാരം പ്രധാനമായി മാറ്റം സംഭവിച്ച അനുച്ഛേദങ്ങളാണ് അനുച്ഛേദം 102ഉം അനുച്ഛേദം 191. അനുച്ഛേദം 102 പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയാണ്. അനുച്ഛേദം 191 നിയമസഭാ അംഗങ്ങളുടെ അയോഗ്യതയാണ്. 52ാം ഭേദഗതിയിലൂടെ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക 10ാം പട്ടികയാണ്. നമ്മൾ ഓരോന്നും പഠിച്ചപ്പോൾ അവിടെ പറഞ്ഞിരുന്നു കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക ഏതെന്ന്. ഏതൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്? 42ാം ഭേദഗതിയും 44ാം ഭേദഗതിയും പഠിച്ചപ്പോൾ നമ്മൾ കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടികകൾ പറഞ്ഞിരുന്നു. അതറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. 42ാം ഭേദഗതിയിലൂടെ ഭേദഗതി വരുത്തിയ പട്ടിക 7ാം പട്ടിക. 44 ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ 52ാം ഭേദഗതി ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പട്ടിക 10ാം പട്ടിക. എന്താണ് പട്ടിക? ഭരണഘടനയിലെ ചില അനുച്ഛേദങ്ങൾക്ക് വിവരണാത്മകമായി രൂപം ആവശ്യമുണ്ട്. ഭരണഘടനയിലെ ചില അനുച്ഛേദങ്ങൾക്ക് വിവരണാത്മകമായ രൂപം ആവശ്യമുണ്ട്. ഇത്തരത്തിൽ ചില അനുച്ഛേദങ്ങളുടെ വിവരണാത്മകമായ രൂപമാണ് പട്ടിക എന്നറിയപ്പെടുന്നത്. അനുച്ഛേദം 102ലും 191ലും പ്രതിപാദിക്കുന്ന കൂറുമാറ്റ പ്രകാരമുള്ള അയോഗ്യതയുടെ വിവരണാത്മകമായ രൂപമാണ് പട്ടിക 10ൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്താണ് പട്ടിക? നമ്മൾ പട്ടിക കൂട്ടിച്ചേർത്ത കാര്യം എപ്പോഴും പറയാറുണ്ട് ഓരോ ഭേദഗതിയും പഠിക്കുമ്പോൾ. അപ്പോൾ പട്ടിക എന്താണെന്ന് നോക്കാം. ഭരണഘടനയിലെ ചില അനുച്ഛേദങ്ങൾക്ക് വിവരണാത്മകമായ രൂപം ആവശ്യമുണ്ട്. ഇത്തരത്തിൽ ചില അനുച്ഛേദങ്ങളുടെ വിവരണാത്മകമായ രൂപമാണ് പട്ടിക എന്നറിയപ്പെടുന്നത്. അനുച്ഛേദം 102ലും 191ലും അത് രണ്ടുമാണല്ലോ 52ാം ഭേദഗതി പ്രകാരം പ്രധാനമായും മാറ്റം സംഭവിച്ച അനുച്ഛേദങ്ങൾ നമ്മൾ പറഞ്ഞത് 102ഉം 191. അത് രണ്ടിലും പ്രതിപാദിക്കുന്ന കൂറുമാറ്റ പ്രകാരമുള്ള അയോഗ്യതയുടെ വിവരണാത്മകമായ രൂപമാണ് പട്ടിക 10ൽ പ്രതിപാദിക്കുന്നത്. പാർലമെൻറ്റ് അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും 3 രീതിയിൽ തരംതിരിക്കാം. പാർലമെൻറ്റ് അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും 3 രീതിയിൽ തരംതിരിക്കാം.
ഏതൊക്കെ രീതിയിലാണ്? രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ, സ്വതന്ത്രരായി മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവർ, നോമിനേറ്റ് ചെയ്ത സഭാംഗമാക്കുന്ന വ്യക്തികൾ. 3 രീതിയിലാണ് പാർലമെൻറ്റ് അംഗങ്ങളെയും നിയമസഭാ അംഗങ്ങളെയും നമുക്ക് തരംതിരിക്കാൻ കഴിയുന്നത്. ഫസ്റ്റ് വൺ, രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലത്തോടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ. സെക്കൻഡ് വൺ, സ്വതന്ത്രരായി മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവർ. തേർഡ് വൺ, നോമിനേറ്റ് ചെയ്ത് സഭാംഗമാകുന്ന വ്യക്തികൾ. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർലമെൻറ്റ് അംഗങ്ങളും നിയമസഭാംഗങ്ങളും കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെടാനുള്ള കാരണങ്ങൾ. ഇതാണ് പോയിന്റ്, ഒരിക്കൽ കൂടി പറയാം. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർലമെൻറ്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 3 കാരണങ്ങളുണ്ട്. സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം പാർട്ടിയുടെ അംഗത്വം രാജിവെച്ചാൽ, സഭയിൽ വോട്ടെടുപ്പിൽ നിന്നും മാറി നിന്നാൽ, പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി വോട്ട് ചെയ്താൽ. ഈ 3 സന്ദർഭങ്ങളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പാർലമെൻറ്റ് അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും കൂറുമാറ്റ പരിധിയിൽ ഉൾപ്പെടാൻ കാരണമാകും. ഏതൊക്കെയാണ്? സ്വന്തം താല്പര്യപ്രകാരം സ്വന്തം പാർട്ടിയുടെ അംഗത്വം രാജിവെച്ചാൽ, സഭയിലെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്നാൽ, പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി വോട്ട് ചെയ്താൽ. പാർലമെൻറ്റിലെയും നിയമസഭയിലെയും സ്വതന്ത്ര അംഗങ്ങൾ കൂറുമാറ്റ പരിധിയിൽപ്പെടാനുള്ള കാരണം, സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച സഭാംഗം ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചാൽ കൂറുമാറ്റ പരിധിയിൽ പെടുന്നു. സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച സഭാംഗം ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചാൽ കൂറുമാറ്റ പരിധിയിൽ പെടുന്നു. പാർലമെൻറ്റിലെയും നിയമസഭയിലെയും നോമിനേറ്റഡ് അംഗങ്ങൾ കൂറുമാറ്റ പരിധിയിൽപ്പെടാനുള്ള കാരണം, നോമിനേറ്റഡ് അംഗമായി പാർലമെൻറ്റിലോ നിയമസഭയിലോ എത്തുന്ന അംഗങ്ങൾ 6 മാസത്തിനകം ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വം എടുത്താൽ കൂറുമാറ്റ പരിധിയിൽ പെടില്ല. എന്നാൽ 6 മാസത്തിന് ശേഷം ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വം എടുത്താൽ കൂറുമാറ്റ പരിധിയിൽ പെടും. അപ്പോൾ ഓരോ പോയിന്റ് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പാർലമെൻറ്റിലെയും നിയമസഭയിലെയും നോമിനേറ്റഡ് അംഗങ്ങളാണ്. 3 രീതിയിൽ നമ്മൾ പറഞ്ഞല്ലോ. രാഷ്ട്രീയ പിൻബലത്തോടു കൂടി തിരഞ്ഞെടുക്കുന്നവർ, സ്വതന്ത്രരായി മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവർ, മൂന്നാമത് നമ്മൾ പറഞ്ഞ നോമിനേറ്റ് ചെയ്ത അംഗങ്ങളും ഉണ്ട്. ആ നോമിനേറ്റ് അംഗമായി പാർലമെൻറ്റിലോ നിയമസഭയിലോ എത്തുന്ന അംഗങ്ങൾ 6 മാസത്തിനകം ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വം എടുത്താൽ കൂറുമാറ്റ പരിധിയിൽ പെടില്ല. എന്നാൽ 6 മാസത്തിന് ശേഷം ഏതെങ്കിലും പാർട്ടിയിൽ അംഗത്വം എടുത്താൽ കൂറുമാറ്റ പരിധിയിൽ പെടും. കൂറുമാറ്റം മൂലമുണ്ടാകുന്ന അയോഗ്യത സംബന്ധിച്ച ഏത് ചോദ്യവും സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? പ്രിസൈഡിംഗ് ഓഫീസറാണ്. കൂറുമാറ്റം മൂലമുണ്ടാകുന്ന അയോഗ്യത സംബന്ധിച്ച ഏത് ചോദ്യവും സഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറാണ് തീരുമാനിക്കേണ്ടത്. യഥാർത്ഥത്തിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ തീരുമാനം അന്തിമമാണെന്നും ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നും കൂറുമാറ്റ നിരോധന നിയമം വ്യവസ്ഥ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ തീരുമാനം അന്തിമമാണെന്നും ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നും കൂറുമാറ്റ നിരോധന നിയമം വ്യവസ്ഥ ചെയ്യുന്നു. എന്നാൽ അതിനൊരു ക്ലോസ് ഉണ്ട്. ഈ വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് 1993 സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. എന്നാൽ ഇങ്ങനെ പറയുന്നത്, യഥാർത്ഥത്തിൽ പ്രിസൈഡിംഗ് ഓഫീസറുടെ തീരുമാനം അന്തിമമാണെന്നും ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നും കൂറുമാറ്റ നിരോധന നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വ്യവസ്ഥ ഭരണഘടനാ വിരുദ്ധമാണെന്ന് 1993 സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അപ്പം ഇനി 52ാം ഭേദഗതിയെക്കുറിച്ച് ഇതിനൊക്കെ കുറച്ച് പോയിൻറ്റ്സുകൾ കൂടിയുണ്ട്. കൂറുമാറ്റ നിയമം ബാധകമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ആദ്യം ഇത് ഈ കൂറുമാറ്റ നിയമപ്രകാരം അയോഗ്യരായവരൊക്കെ ഉണ്ട്.